ശ്രീ പ്രേമേന്ദ്രൻ കെ വി തോമസിന്റെ കാര്യം സൂചിപ്പിച്ചു. ശ്രീ കെ വി തോമസ് ആണല്ലോ ഈ കൂടിക്കാഴ്ചയ്ക്കൊക്കെ കളമൊരുക്കുന്ന ദില്ലിയിലെ കേരളത്തിന്റെ അംബാസഡർ. ഇന്നലെയും മുഖ്യമന്ത്രിയോടും പൊതുമരാമത്ത് മന്ത്രിയോടുമൊക്കെ ഒപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് വേണമെങ്കിൽ മുഹമ്മദ് റിയാസിന് ഒന്ന് ചോദിക്കാമായിരുന്നു, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ. അദ്ദേഹം 2017 പറഞ്ഞു, അദ്ദേഹം PAC-യുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ കെ വി തോമസ് പറഞ്ഞത് പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്താൻ ഈ സമിതിക്ക് അധികാരമുണ്ടെന്നാണ്. കേന്ദ്രത്തിലെ മന്ത്രിമാരെ വരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, മുമ്പ് പ്രധാനമന്ത്രിമാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്താൻ അധികാരമുള്ള സമിതിയാണെന്ന് മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചത് ഈ കെ വി തോമസ് ആണ്. ശ്രീ മുഹമ്മദ് റിയാസിന് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ പഴയ പത്രങ്ങളിലെ ഈ വലിയ തലക്കെട്ട് കിട്ടും. എന്നിട്ട് കെ വി തോമസിനോട് ചോദിച്ച് PAC ചെയർമാൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയൊന്നും അല്ലല്ലോ, ആലപ്പുഴയിലെ ഒരു MP അല്ലേ എന്നൊക്കെ പരിഹസിക്കുന്നതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാവും. കെ വി തോമസിനെ ഇന്നലെയെങ്കിലും അത് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ, എന്തായാലും നമ്മുടെ അംബാസഡറായി എല്ലാ സൗകര്യങ്ങളും പറ്റി വാഹനവും ഓഫീസും ഓണറേറിയും ഒക്കെ ആയിട്ടിരിക്കുകയല്ലേ, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മന്ത്രിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ വിവരക്കേട് കേൾക്കേണ്ടി വരില്ലായിരുന്നു.